റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള ന്യൂസ് 18 ചാനലിൽ കാവ്യവൽക്കരണം. ചാനലിന്റെ നയവും നടത്തിപ്പ് രീതിയും മാറുന്നു. മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി ഉള്ളടക്കം മാറ്റണമെന്ന് നിർദ്ദേശം. CPIM-നെ കേരളത്തിലെ മുഖ്യ എതിരാളിയായി കാണണമെന്നും റിലയൻസ് നിർദ്ദേശം നൽകി. റിലയൻസ് ഉടമസ്ഥൻ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ന്യൂസ് 18 ചാനലിലാണ് കാവ്യവൽക്കരണം നടത്താൻ ഉന്നതതല യോഗത്തിൽ ധാരണയായത്. ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഒരു നക്ഷത്ര ഹോട്ടലിലായിരുന്നു യോഗം ചേർന്നത്. അംബാനിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നയവും നിലപാടും നടത്തിപ്പ് രീതിയും മാറ്റാൻ യോഗത്തിൽ അംബാനിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത ആൾ ചാനലിന്റെ കേരള മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. മോദിയുടെ വ്യക്തിപ്രഭാവത്തെ സ്തുതിച്ചുകൊണ്ട് കാവ്യ അജണ്ടയ്ക്ക് അനുസൃതമായ വാർത്തകൾ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തണമെന്നും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇതിനു മുന്നോടിയായി കേരളത്തിലെ പരിവാർ പ്രസ്ഥാനങ്ങളുമായി അഭേദ്യ ബന്ധമുള്ള ഒരു മാധ്യമപ്രവർത്തകനെ ചാനലിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള ചരടുവലികൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. CPIM-ന്റെ നേതൃത്വത്തെ കടന്നാക്രമിച്ചും പുരോഗമന വീക്ഷണം പുലർത്തുന്ന ഇടത് സഹയാത്രികരെയും മാധ്യമപ്രവർത്തകരെയും കേന്ദ്രീകരിച്ച് നീങ്ങാനും അണിയറയിൽ നീക്കമുണ്ട്. ഇതിനായി രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ള വീറുള്ള ഉള്ളടക്കം വേണമെന്നാണ് മേധാവിമാരുടെ യോഗത്തിൽ ധാരണയായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നീങ്ങാനാണ് ന്യൂസ് 18 കേരളത്തിന്റെ മേധാവിമാരുടെ തീരുമാനം. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ചെന്നൈയിൻ FC-ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ വിജയം. കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ഇരട്ട ഗോൾ നേടി CK വിനീത് കളിയിലെ താരമായി. ആദ്യഘട്ടത്തിൽ 1 ഗോളിന് പിന്നിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. പിന്നീട് സമനില പാലിക്കുകയും അവസാന ഘട്ടത്തിൽ 2 ഗോളുകൾ നേടി കളിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ സമീർ വഴങ്ങോട് കൊച്ചിയിൽ നിന്ന്. സമീർ, ഹോം ഗ്രൗണ്ടിൽ കാണികൾക്ക് മുന്നിൽ തകർത്താടുകയായിരുന്നോ ബ്ലാസ്റ്റേഴ്സ്? കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ചെന്നൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് തകർപ്പൻ വിജയമാണ് നേടിയത്. ഇരട്ട ഗോൾ നേടി CK വിനീതാണ് കളിയിലെ താരമായത്. ആദ്യഘട്ടത്തിൽ 1 ഗോളിന് പിന്നിലായിരുന്ന ബ്ലാസ്റ്റേഴ്സ് പിന്നീട് സമനില പാലിക്കുകയും അവസാന ഘട്ടത്തിൽ 2 ഗോളുകൾ നേടി കളിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് കൊച്ചിയിൽ ഹോം ഗ്രൗണ്ടിൽ കാണികൾക്ക് മുന്നിൽ ഇത്തരത്തിലൊരു വലിയ മാർജിനിൽ യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു വിജയം നേടുക കൂടി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഭൂമിയുള്ള ബന്ധുക്കൾക്ക് ക്രമരഹിതമായി ഭൂമി നൽകിയെന്ന ആക്ഷേപത്തിൽ മുൻ മന്ത്രി PK ജയലക്ഷ്മിക്കെതിരെ വിജിലൻസ് അന്വേഷണം. 2010 മുതൽ നടന്ന വയനാട്ടിലെ എല്ലാ ആദിവാസി ഭൂമി ഇടപാടും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി. വിജിലൻസിന്റെ കോഴിക്കോട് യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. PK ജയലക്ഷ്മിയുടെ ഭൂമിയുള്ള ബന്ധുക്കൾക്ക് ഭൂരഹിതരില്ലാത്ത പദ്ധതിയിൽ ഭൂമി നൽകിയ സംഭവത്തിലാണ് വിജിലൻസിന്റെ അന്വേഷണം ആരംഭിച്ചത്. വിജിലൻസിന്റെ ഉത്തരമേഖലാ യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. വിവരാവകാശ പ്രവർത്തകനായ പായ്ച്ചർ നവാസ് എന്ന വ്യക്തി പദ്ധതിയിലെ ക്രമക്കേടുകളെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിച്ചിരുന്നു. ഭൂരഹിതരില്ലാത്ത പദ്ധതി വഴി സർക്കാർ ഭൂമി കൈപ്പറ്റിയ 80% ആളുകളും അനർഹരാണെന്നും ഇതിൽ പലരുടെയും പേരിൽ ഏക്കർ കണക്കിന് ഭൂമിയുള്ളതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ പരിശോധിച്ച് UDF സർക്കാരിന്റെ കാലത്ത് നടന്ന മുഴുവൻ ഭൂമിദാനങ്ങളും അന്വേഷിക്കാനാണ് പരാതിയിലെ ആവശ്യം. PK ജയലക്ഷ്മിയെ കൂടാതെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അടൂർ പ്രകാശ്, മുൻ ചീഫ് സെക്രട്ടറിമാരായ EK ഭരത്ഭൂഷൺ, ജിജി തോംസൺ, 2010 മുതൽ 2016 വരെ വയനാട് കളക്ടർമാരായിരുന്നവർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് പരാതി നൽകിയിരിക്കുന്നത്. പദ്ധതിയിലെ ക്രമക്കേടുകളെപ്പറ്റി വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. S. ജീവൻകുമാർ, തിരുവനന്തപുരം. 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ സർക്കാർ നടപടി ജനം സ്വീകരിച്ചുവെന്ന് പ്രധാനമന്ത്രി. ജപ്പാൻ സന്ദർശന വേളയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മേലാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് എന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള നീക്കം സ്വിസ് ബാങ്കുകളിലാണ് നടത്തേണ്ടത് എന്ന് ശിവസേനയും ആരോപിച്ചു. 500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിപക്ഷം ആരോപണം ശക്തമാക്കിയതിന് പിന്നാലെയാണ് നടപടിയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയത്. കള്ളപ്പണത്തിനെതിരെയുള്ള ശുചിത്വ പരിപാടിയാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ നീക്കം ജനം സ്വീകരിച്ചെന്നും ജപ്പാൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. भाइयों बहनों, ये बहुत बड़ा स्वच्छता का अभियान है. ये किसी को परेशान करने के लिए नहीं है. तकलीफ हुई है, तकलीफ तो होती, मुझे भी अंदाज, मैंने पहले दिन भी कहा था, जब 8 तारीख को मैंने राष्ट्र के नाम संबोधन किया तब भी कहा था कि इतना बड़ा देश है, 50 दिन दिए हैं, जल्दबाजी करने की जरूरत नहीं है. 50 दिन दिए हैं, जाकर के अपने जो ईमानदारी के हक के पैसे हैं वो जमा कराएं, बदले में उनको खाते में पैसे आ जाएंगे. കള്ളപ്പണത്തിനെതിരെയുള്ള സർക്കാർ നടപടിയെ വിമർശിക്കാൻ ജനങ്ങളെ ചിലർ പ്രേരിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം നോട്ട് പിൻവലിക്കലിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മേലാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതെന്നും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. സർക്കാർ നോട്ടുകൾ പിൻവലിക്കുന്നതിന് മുൻപേ വിവരങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ചോർത്തി നൽകിയിരുന്നുവെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. അതേസമയം കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള സർജിക്കൽ സ്ട്രൈക്ക് സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിലാണ് നടത്തേണ്ടതെന്ന പ്രതികരണവുമായി ശിവസേനയും രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് റദ്ദാക്കൽ ഒരൊറ്റ രാത്രി കൊണ്ടുള്ള തീരുമാനമല്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. ഇതിനായി ജനങ്ങൾ സഹകരിക്കണമെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി.
एटीएम्स को रिकैलिब्रेट करने में थोड़ा टाइम लगता है क्योंकि नए नोट्स की टेक्नोलॉजी उसमें फिट होने का उसका एक लीड टाइम होता है, वो ओवरनाइट नहीं हो सकता। लेकिन जैसा मैंने आपको बतलाया कि करोड़ों की संख्या में बैंकिंग सिस्टम, पोस्ट ऑफिस सिस्टम कस्टमर्स को एंटरटेन कर रहा है और ये कई दिनों तक चलता रहेगा और हर व्यक्ति की जो पैसा बैंकिंग सिस्टम में आता है वो बिल्कुल सुरक्षित है। കറൻസി പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ വ്യാപാരികൾ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടും. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സാധാരണ ജനങ്ങളെയും വ്യാപാരികളെയും വലച്ചതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. നോട്ട് പിൻവലിച്ചതിന് ശേഷം സംസ്ഥാനത്തെ ദൈനംദിന വ്യാപാരം പാടെ തകർന്നു കിടക്കുകയാണ്. നല്ല രീതിയിൽ വ്യാപാരം നടന്ന സ്ഥാപനങ്ങളിൽ പോലും ഈ ദിവസങ്ങളിൽ നാമമാത്രമായാണ് വിൽപ്പന. ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതും ഉള്ള നോട്ടുകൾ മാറ്റിയെടുക്കാൻ പറ്റാത്തതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ബാങ്കിൽ നിന്ന് അപൂർവം പേർക്ക് ലഭിക്കുന്ന 2000-ന്റെ നോട്ടുകൾ മാറ്റിയെടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ്. വിനിമയത്തിന് പണം ഉണ്ടായില്ലെങ്കിൽ തുടർ ദിവസങ്ങളിലെ എല്ലാ വ്യാപാരവും നിലയ്ക്കും. സംസ്ഥാനത്ത് പണമിടപാടുകൾക്കായി ജനം 4ാം ദിനത്തിലും നെട്ടോട്ടമോടുന്നു. 100-ന്റെ നോട്ടുകൾക്കുണ്ടായ ക്ഷാമം ബാങ്കുകൾക്ക് തിരിച്ചടിയായി. എപ്പോൾ നോട്ടുകൾ എത്തിക്കും എന്നതിൽ RBI കൃത്യമായ മറുപടിയും നൽകുന്നില്ല എന്നാണ് പരാതി. ഇതേ തുടർന്ന് പല ATMകളിലും പണമില്ലാത്തതിനാൽ നേരത്തെ പൂട്ടി. ബാങ്കുകളിലാകട്ടെ രാവിലെ മുതൽ ആരംഭിച്ച തിരക്ക് അവസാനിക്കുന്നുമില്ല. ഈ മാസം 8-ാം തീയതി രാത്രിയോടെ കേന്ദ്രം പിൻവലിച്ച 500-1000 രൂപ നോട്ടിന്റെ പ്രത്യാഘാതത്തിൽ നിന്നും ജനം ഇനിയും കരകയറിയിട്ടില്ല. സംസ്ഥാനത്തും ATMകളിൽ നിന്ന് പണമെടുക്കുന്നതിനും ബാങ്കുകളിൽ പണമിടപാട് നടത്തുന്നതിനുമായി ജനങ്ങൾ 4ാം ദിനത്തിലും നെട്ടോട്ടമോടുകയാണ്. ഈ സാഹചര്യത്തിൽ 100-ന്റെ നോട്ടുകൾക്കുണ്ടായ ക്ഷാമം ബാങ്കുകൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. 500-1000 രൂപ ഉണ്ടായിരുന്നപ്പോൾ ഒരു ATMൽ 48 ലക്ഷം രൂപ വരെ നിറച്ചിരുന്നു. എന്നാൽ അത് 100-50 എന്നാക്കിയപ്പോൾ 4 ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങി. ഇതോടെ 225 പേർക്ക് മാത്രമാണ് ഒരു ATMൽ നിന്നും 2000 രൂപ പിൻവലിക്കാനാവുക. എപ്പോൾ 100 രൂപ ബാങ്കുകളിൽ എത്തിക്കുമെന്നതിൽ RBI കൃത്യമായ മറുപടി നൽകുന്നില്ലെന്നാണ് ബാങ്കുകളുടെ പരാതി. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ പല ATMകളിലും പണമില്ലാത്തതിനാൽ ഭാഗികമായി പ്രവർത്തനം നിലച്ചു. എന്നാൽ ബാങ്കുകളിൽ രാവിലെ മുതൽ 4ാം ദിനത്തിലും തിരക്കിന് കുറവുണ്ടായില്ല. ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയി. ഇന്നലെ വലിയ ക്യൂ ആയിരുന്നു. ആ ക്യൂ കൊണ്ട് പേടിച്ച് തിരിച്ചു പോയതാ. ATM വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവര് പറയുന്നത് ഇന്നാകും നാളെയാകും. ഇന്നലെ വൈകിട്ട് പറഞ്ഞാൽ 3 മണിയാകുമ്പോൾ പിന്നെ പലരും പോയി പലരുടെ ബാങ്ക് SBI എന്നൊക്കെ SBT പോയി എടുത്തിട്ടുണ്ട്. 2ാം ശനിയായ ഇന്നും ഞായറാഴ്ചയായ നാളെയും ബാങ്കുകൾ പ്രവർത്തിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള അവസാനവട്ട ശ്രമമാണ് RBI നിർദ്ദേശപ്രകാരം ബാങ്കുകൾ ചെയ്യുന്നത്. എന്നാൽ 100 രൂപയ്ക്ക് നേരിടുന്ന ക്ഷാമം പരിഹരിക്കാതെയും പുതിയ 500-ന്റെ നോട്ടുകൾ ATMൽ എത്തിക്കാതെയും പ്രശ്നപരിഹാരം വേഗത്തിൽ സാധ്യമല്ലെന്നാണ് വിലയിരുത്തൽ. S. ഷീജ, തിരുവനന്തപുരം. കള്ളപ്പണവും കള്ളനോട്ടും തടയാനെന്ന പേരിൽ 500-1000 രൂപ നോട്ടുകൾക്ക് പകരമിറക്കിയ 2000 രൂപ നോട്ടിനും വ്യാജൻ. ചിക്കമംഗളൂരിലാണ് 2000 രൂപയുടെ കള്ളനോട്ട് പിടിക്കപ്പെട്ടത്. ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ചിക്കമംഗളൂരിലെ ഉള്ളി കർഷകനാണ് അജ്ഞാതനായ ഒരാൾ കള്ളനോട്ട് നൽകിയത്. ഇന്ന് രാവിലെ 2000 രൂപയുടെ ഫോട്ടോ കോപ്പി കൊടുത്താണ് അജ്ഞാതനായ ആൾ ഉള്ളി കർഷകനായ അശോകിനെ പറ്റിച്ചത്. ഒറിജിനൽ നോട്ടിന്റെ ഫോട്ടോ കോപ്പിയാണ് ഇത് എന്ന് സ്ഥലം SP പറഞ്ഞു. അതേസമയം ആർക്കും എളുപ്പത്തിൽ ഫോട്ടോ കോപ്പി തിരിച്ചറിയാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഞ്ചനാക്കുറ്റത്തിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പണമില്ലാത്തതിനാൽ മധ്യപ്രദേശിൽ നാട്ടുകാർ റേഷൻ കട കൊള്ളയടിച്ചു. ഛത്തർപൂരിലാണ് സംഭവം. വാങ്ങാനോ ചികിത്സയ്ക്കോ പണമില്ല. 500-1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ നടപടി ഉത്തരേന്ത്യയിൽ പലയിടത്തും ക്രമസമാധാന പ്രശ്നമായി വളർന്നിരിക്കുകയാണ്. നിത്യച്ചെലവിനുള്ള പണമില്ലാതെ വലഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ പണമില്ലാതെയാണ് നാട്ടുകാർ റേഷൻ കട കയ്യേറി ധാന്യങ്ങൾ പിടിച്ചെടുത്തത്. ഛത്തർപൂർ ജില്ലയിലെ ATM കൗണ്ടറുകൾ പ്രവർത്തിക്കാത്തതും സ്ഥിതി ഗുരുതരമാക്കി. പണം നൽകാനില്ലാത്തതിനാൽ ഡോക്ടർ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാണ് മുംബൈയിൽ നവജാത ശിശു മരിച്ചത്. മുംബൈ ഗോവണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം. 2ാം ശനിയാഴ്ച മിക്ക സ്ഥാപനങ്ങൾക്കും അവധി ദിനമായതിനാൽ രാജ്യത്തെ ATM കൗണ്ടറുകളിലും ബാങ്കുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പലയിടത്തും തിക്കും തിരക്കും സംഘർഷവും ഉണ്ടായി. ATM കൗണ്ടറുകൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകാത്തതും ബാങ്കുകളിൽ പുതിയ നോട്ടുകൾ എത്താത്തതും വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാക്കിയേക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ. സഹകരണ ബാങ്കുകളെ തകർക്കാൻ ഗൂഢശ്രമമാണ് നടക്കുന്നത് എന്ന് കാനം രാജേന്ദ്രൻ. RBIയുടെ അംഗീകാരത്തോടെയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയെ തകർക്കുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ കാണേണ്ടതുണ്ട്. ജില്ലാ സഹകരണ ബാങ്കുകളാണെങ്കിലും സംസ്ഥാന സഹകരണ ബാങ്കാണെങ്കിലും
മറ്റേത് ബാങ്കുകളും റിസർവ് ബാങ്കിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്, അവരുടെ ലൈസൻസോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. നോട്ടിന് ഏർപ്പെടുത്തിയ നിരോധനത്തെ തുടർന്ന് അരി കമ്പോളത്തിൽ വ്യാപാരം കുറഞ്ഞു. ആന്ധ്ര ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വാങ്ങുന്നതും മൊത്ത വ്യാപാരികൾ നിർത്തിവെച്ചു. നോട്ടിന്റെ ക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ അരി ഭക്ഷ്യധാന്യക്ഷാമവും നേരിടുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ എന്ന പ്രയോഗം പോലെയായി 500-ന്റെയും 1000-ന്റെയും നോട്ടുകളുടെ നിരോധനം. കേന്ദ്ര സർക്കാർ നടപടി കള്ളപ്പണം തടയുമോ എന്തോ. പണി കിട്ടിയതിന്റെ പട്ടികയിൽ അരിയും പെട്ടു. സംസ്ഥാനത്തെ അരി കമ്പോളത്തിൽ 70% വിൽപ്പന കുറഞ്ഞു. ഇക്കൂട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങളും ഉൾപ്പെടും. അരി വാങ്ങാൻ വരുന്നവർ നിരോധിച്ച നോട്ടുകളുമായി എത്തുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. 1 പൈസയുടെ വില പോലുമില്ലാത്ത നോട്ടുകൾ വാങ്ങാൻ കഴിയാത്തതിനാൽ അരി വിൽക്കാനും കഴിയുന്നില്ലെന്ന് കൊല്ലം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് രമേഷ് കുമാർ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ 70% ബിസിനസ് കുറവാണ്. 70 ഒരു 80% ബിസിനസ്സാണ് കുറവ്. കാരണം പഴയ നോട്ടേ ഉള്ളൂ എല്ലാവരുടെ കയ്യിലും. ആ നോട്ട് വാങ്ങാൻ പാടെന്ന് പറയുമ്പോൾ ആ നോട്ടല്ലേ വരത്തുള്ളൂ. അപ്പോൾ ആ നോട്ടിൽ സാധനം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ അതുകൊണ്ട് 70-80% ബിസിനസ് കുറവാണ്. അതിനിപ്പം വരുന്ന ആളുകളിൽ ചില സമയത്ത് ബാങ്കിൻ്റെ പ്രവർത്തനത്തിന് പല ശനി ഞായറൊക്കെ വെച്ച സ്ഥിതിക്ക് ചില സമയത്ത് അത് മാറ്റം ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഏതാണ്ട് ഇത് ഒരു കറക്റ്റായി പറഞ്ഞെങ്കിൽ ഒരു 10-20 ഒരു 2-3 ആഴ്ചയെങ്കിലും കുറഞ്ഞ പക്ഷം ഈ ഒരു മാറ്റം ഉണ്ടാകാൻ വരും. തെക്കൻ കേരളത്തിലേക്ക് ട്രെയിൻ ചരക്ക് ഗതാഗതം നിർത്തിവെച്ചതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യധാന്യം കേരളത്തിലേക്ക് എത്തിക്കുന്നത് ലോറിയിലാണ്. മില്ലുടമകൾക്കും ലോറി ഉടമകൾക്കും പണം നൽകാൻ ബുദ്ധിമുട്ടായതിനാൽ അരി വാങ്ങുന്നത് മൊത്ത വ്യാപാരികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അരി വാങ്ങുന്നത് നമ്മൾ കച്ചവടക്കാർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചില്ലേ. കാരണം വെച്ചാൽ വാങ്ങിയാൽ ആ ലാറി വാടക എബോ 50,000 കൊടുക്കേണ്ടി വരും. 50,000 നമ്മൾ 20,000 രൂപ ക്യാഷ് കൊടുക്കും. അപ്പോൾ 20,000 രൂപ ക്യാഷ് കൊടുക്കുന്നതിന് സെയിലില്ലാത്തതിന് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധനം കൊടുത്തിട്ടില്ല. 1947 രാജ്യം പുറത്തിറക്കിയ നാണയമാണിത്. തലയും പുലിയും ആലേഖനം ചെയ്ത നാണയം. ഇത് 1970 നിരോധിച്ചു. ഇപ്പോൾ 1000-ന്റെയും 500-ന്റെയും നോട്ടുകളും നിരോധിച്ചു. എന്തായാലും നിരോധനം കൊണ്ട് പ്രതിസന്ധി മാത്രമാണ് ബാക്കിയായത്. പ്രായോഗിക തലത്തിൽ നിരോധനങ്ങളെല്ലാം ഫലവത്താകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. നോട്ട് പ്രതിസന്ധി സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തെയും ബാധിച്ചു. പണമില്ലാത്തതിനാൽ സബ് കമ്മിറ്റികൾ പ്രതിസന്ധിയിലായി. അധ്യാപകർ കടം വാങ്ങിയ പണം ഉപയോഗിച്ചാണ് ഇപ്പോൾ കലോത്സവം മുന്നേറുന്നത്. ATMിലും പണമില്ലാതായതോടെ സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തെയും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. കലോത്സവവുമായി ബന്ധപ്പെട്ട് സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം ഇതോടെ പ്രതിസന്ധിയിലായി. 10 ലക്ഷത്തിലധികം രൂപ കമ്മിറ്റികളുടെ ചിലവിനും പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെച്ചിരുന്നുവെങ്കിലും ഇത് മാറിയെടുക്കാൻ കഴിയാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. രാവിലെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥാണ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. എല്ലാ മണ്ഡലത്തിലും ഓട്ടിസം പാർക്കുകൾ ആരംഭിക്കുവാനുള്ള ഒരു നിർദ്ദേശം ഈ പ്രോജക്റ്റിലുണ്ട്. ഏത് തരത്തിലുള്ള പരിശീലനവും ഏത് തരത്തിലുള്ള കുട്ടികൾക്കും കൊടുക്കാവുന്ന രീതിയിലുള്ള വളരെ സമഗ്രമായിട്ടുള്ളൊരു സ്ഥാപനമായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും അത് മാറും. തങ്ങളുടെ ശാരീരിക പരിമിതികളെ സർഗവൈഭവം കൊണ്ട് അതിജീവിച്ച കുരുന്നുകൾ കാഴ്ചവെച്ച പ്രകടനം കുറ്റമറ്റതായിരുന്നു. നീ അങ്ങോട്ടേക്ക് ചെന്നിച്ചാലും മതി, അവിടെ ഭയങ്കര തല്ല. മോഹിനിയാട്ടം, മോണോ ആക്ട്, ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങി വിവിധ മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. 3 ദിവസങ്ങളിലെ നടക്കുന്ന മത്സരങ്ങൾ 14-ന് സമാപിക്കും. 95 ഇനങ്ങളിലായി 2500-ലധികം കുരുന്നുകളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ തൊഴിലാളി സംഘടനയായ ബെഫിയുടെ 12ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. കറൻസി നിരോധനത്തിലൂടെ സാധാരണക്കാർ ബുദ്ധിമുട്ടുമ്പോഴാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് എന്ന ആക്ഷേപത്തിനെതിരെ സത്യം ജനങ്ങളിൽ എത്തിക്കാൻ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമ്മേളനം മറ്റന്നാൾ സമാപിക്കും. സൗമ്യ കേസിൽ ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയതിനെ വിമർശിച്ചുള്ള ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. സൗമ്യ വധക്കേസ് വിചാരണയ്ക്കിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചായിരുന്നു പോസ്റ്റ്. ഇന്നലെയായിരുന്നു കട്ജു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. കേരള കേബിൾ TV ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന 5ാമത് ABCD എക്സ്പോ ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രോഡ്ബാൻഡിന്റെ അനന്ത സാധ്യതകൾ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുക എന്നതിനൊപ്പം പുതിയ സാങ്കേതിക വിദ്യകളിൽ ഓപ്പറേറ്റർമാർക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനും വിവിധ സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളിൽ നിന്നടക്കം വലിയ സ്വീകാര്യതയാണ് എക്സ്പോയ്ക്ക് ലഭിക്കുന്നത്. കേരള കേന്ദ്ര സർവകലാശാല കാസർഗോഡ് പെരിയ ക്യാമ്പസിന് വേണ്ടി സ്വകാര്യ ഭൂമി ഏറ്റെടുത്തതിനെ തുടർന്ന്
കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളിലെ ഒരാൾക്കെങ്കിലും സർവകലാശാലയിൽ തൊഴിൽ നൽകണമെന്നാവശ്യപ്പെട്ട് നടന്നുവരുന്ന സമരം അവസാനിപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടു. നിയമനം നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതായി വൈസ് ചാൻസലർ യോഗത്തിൽ അറിയിച്ചതിനെ തുടർന്നാണ് ചർച്ച നിർത്തിവെച്ചത്. ഒഴിപ്പിക്കപ്പെട്ട ദളിത് വിഭാഗക്കാർ ഉൾപ്പെടെ 16 കുടുംബങ്ങളിലെ യുവാക്കൾ സർവകലാശാല കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാശ്രമം നടത്തിയതിനെ തുടർന്നായിരുന്നു ചർച്ച. വയനാട്ടിൽ ഒരു പ്രദേശത്തെ നെൽകർഷകർ മുഴുവൻ വരൾച്ച മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നൂൽപ്പുഴയിലെ ഹെക്ടർ കണക്കിന് നെൽവയൽ കരിഞ്ഞുണങ്ങിയതോടെയാണ് ഇത്. കടം വാങ്ങിയും ലോണെടുത്തും പാടത്ത് വിത്തിട്ടവർ വിളവെടുക്കാനാവാത്ത അവസ്ഥയിലാണ് ഇവിടെ.